വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇഡിയുടെ സമൻസാണ്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തെറ്റായി ഇടപെടുന്നുവെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചൊരു പുകമറ സൃഷ്ടിച്ച് LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതിന് തടയിടാനാവും എന്നായിരുന്നു കേന്ദ്ര ഏജൻസികളും UDFും BJPയും എല്ലാം കരുതിയിരുന്നത്. എന്നാൽ അത്തരം കള്ളക്കേസുകളുടെ ഭാഗമായി മുൻ ധനകാര്യ മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ ED അയച്ച സമൻസ് നിരുപാധികം പിൻവലിച്ചതായി അവർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അവർ കെട്ടിപ്പോക്കാൻ തീരുമാനിച്ച ഒരു വലിയ കാര്യമായിരുന്നു കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരായി, പ്രത്യേകിച്ച് തോമസ് ഐസക്കിനെതിരായി ED സമൻസ് അയച്ചു എന്ന വാർത്ത. അത് പിന്നെ കോടതിയിൽ പോയി, അത് പിന്നെ വീണ്ടും കോടതി ഇടപെട്ടു, അതിന് മേലെ വീണ്ടും കോടതി ഇടപെട്ടു. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചുറ്റിക്കളിക്കണ്ട എന്ന് കോടതി EDയോട് പറയുന്നതോടുകൂടി ആ ചുറ്റിക്കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ സമൻസ് നൽകരുതെന്നും ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി ഇപ്പോഴും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായി കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടുന്ന ഒന്നാണ് ഈ കോടതി വിധി എന്ന് കാണാൻ കഴിയും.